മാണി കാപ്പൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പാലായിൽ നിന്നുള്ള അംഗം. അഭിമാന പോരാട്ടം നടന്ന പാലായിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ചാണ് തുടർച്ചയായി മൂന്നാം തവണ മാണി കാപ്പൻ നിയമസഭയിലേക്ക് എത്തുന്നത്. 1991 വോട്ടിനാണ്. അടുത്ത ഊഴം മനോജ് മുത്തേടൻ പെരുമ്പാവൂരിൽ നിന്നുള്ള അംഗമാണ്. മനോജ് മുത്തേടൻ ആദ്യമായാണ് മത്സരിച്ചത്. കന്നി അംഗത്തിൽ തന്നെ ജയിച്ചു കയറാൻ മനോജ് മുത്തേടത്തിന് കഴിഞ്ഞു. മനോജ് മുത്തേടൻ എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ തന്നെ പ്രതിജ്ഞ എടുക്കുന്നു മനോജ് മുത്തേടനും. അടുത്ത ഊഴം മൂവാറ്റുപുഴയിൽ നിന്ന് മാത്യു കുഴൽനാടൻ്റേതാണ്. മാത്യു കുഴൽനാടൻ തുടർച്ചയായി രണ്ടാം തവണ നിയമസഭയിലേക്ക് എത്തുകയാണ്. 42,829 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചത്. ഇക്കുറി മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ വരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന്. I, Dr. Matthew Kuralnadan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by the law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Thank you. യെസ്, മാത്യു കുഴൽനാടൻ. വ്യത്യസ്തമായ വരവും ഇംഗ്ലീഷിലുള്ള സത്യപ്രതിജ്ഞയും മാത്യു കുഴൽനാടനും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. 55 പേർ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തു.